രാജ്യത്തെ നടുക്കിയ ഒട്ടേറെ നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അറബിക്കടലിൽ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാവുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം എന്നതാണ് ശ്രദ്ധേയം. ഇന്ത്യൻ നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ നശീകരണ കപ്പലായ INS സൂറത്തിലാണ് സർഫസ് ടു എയർ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടതെന്ന് നാവികസേന പ്രതികരിച്ചു. P-15B ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പദ്ധതിയിലെ 4ാമത്തെ കപ്പലാണ് INS സൂറത്ത്. ലോകത്ത് തന്നെ ഏറ്റവും വലുതും നൂതനവുമായ ഡിസ്ട്രോയറുകളിൽ ഒന്നാണ് ഈ കപ്പൽ. നാവികസേന കപ്പലുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമുള്ള ആദ്യത്തെ യുദ്ധക്കപ്പൽ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. INS സൂറത്തിൻ്റെ 75% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. അത്യാധുനിക ആയുധ സെൻസർ പാക്കേജുകളും വിപുലമായ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സംവിധാനങ്ങളും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. തദ്ദേശീയ യുദ്ധക്കപ്പൽ രൂപകൽപ്പന, വികസനം, പ്രവർത്തനങ്ങൾ എന്നിവയിൽ രാജ്യത്തിൻ്റെ പുരോഗതി വിളിച്ചു പറയുന്ന ഒന്നാണ് INS സൂറത്ത്. പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്തിനായുള്ള രാജ്യത്തിൻ്റെ പ്രതിബദ്ധത ഇത് അടിവരയിടുന്നു എന്നും നാവികസേന പറയുന്നു. കൂടാതെ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരുത്ത് കാണിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമൺ എന്ന അഭ്യാസ പ്രകടനവും ഇന്നലെ നടത്തിയിരുന്നു. പർവ്വത പ്രദേശങ്ങളിലും കരപ്രദേശങ്ങളിലും ഇന്ത്യയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലനമാണ് സെൻട്രൽ സെക്ടറിൽ നടന്നത്. സെൻട്രൽ കമാൻഡിൽ റഫാൽ, സുഖോയ് യുദ്ധവിമാനങ്ങൾ അണിനിരത്തിയാണ് ഇന്ത്യ ഈ വ്യോമാഭ്യാസം നടത്തിയത്.